ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗാർഡൻ വീഡിയോസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ 10 മണിക്കുട്ടന്മാർ അടിപൊളിയായിട്ട് പൂത്തുവെപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല, മണലിൻ്റെ പുറത്ത് അത്യാവശ്യം ഏറെ നല്ല രീതിയിൽ പൂത്തുവെപ്പുണ്ട്. എൻ്റെ കൂടെ മിന്നി ഇടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അലപ്പും ബഹളങ്ങളും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണലിൻ്റെ പുറത്ത് മഞ്ഞ 10 മണി പൂക്കളാണ് കൂടുതലെന്ന്. പക്ഷേ ഇന്ന് അതങ്ങ് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. അതല്ല, രണ്ടും ഒരേപോലെ ഉണ്ടെന്ന്. അത്യാവശ്യം പൂത്തിട്ടുണ്ട്, റോസും മഞ്ഞയും കൂടെ. ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ജെംസ് മിഠായി ഫീലാണ്. എല്ലാ കളേഴ്സും കൂടെ മിക്സായി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ രാവിലെ നിർത്താതെ പെയ്ത മഴ കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ചിലപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇന്നലെ വൈകുന്നേരമേ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റിംഗ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആൾ നോക്കാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ വണ്ടിയുടെ അടിയിലോട്ട് കയറി അതൊഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. നമ്മളിന്ന് ചെറിയൊരു ബോർഡർ സെറ്റിംഗ് ആണ്. അന്ന് നമ്മൾ അരിയിലിയ ആ സംഭവം ആ ചെടി നട്ടടമില്ലേ, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അത്യാവശ്യം വെയിലത്തായിരുന്നു ചെടി നട്ടത്. സോ ഞാൻ പിന്നെ നോക്കിയതും ഇല്ല, അങ്ങനെയെങ്കിൽ കരിഞ്ഞു പോയി. അമ്മയുടെ വായിരിക്കുന്ന എനിക്ക് കേട്ട് വെറുതെ ആ ചെടി അത്രയും പറിച്ച് അവിടെ നട്ടിട്ട് കരിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ ഇവിടാണ് നേരത്തെ അരിയില നട്ട എടുത്തത്. അതിന് മുമ്പ് ഞാൻ അതുകൊണ്ട് അവിടെ ഈ സംഭവം നട്ട് വെച്ചിട്ടുണ്ട്. എന്തുവാ, വാടാമുല്ല. അതിൻ്റെ കുറേ തൈകളൊക്കെ അവിടെ കിളിച്ചും വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് ഇങ്ങോട്ടായിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ടാണ് ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. റിയലി ഈ ഒരു ചെടി കണ്ടിട്ട് എനിക്കെന്തോ ലില്ലിയുടെ പൂവില്ലേ, അതുപോലെ ഇരിപ്പുണ്ടല്ലേ, ആമ്പൽ പൂ പോലെ. അപ്പോൾ അത് വെച്ച് 2 ഡബിൾ കളർ വെച്ച് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടു. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ചെടിയിലൊന്നാണ് ഈ സംഭവം. ഇതിന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ പേര് മെക്സിക്കൻ ഹീദർ എന്നങ്ങാണ്ടാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്. നഴ്സറി അവൈലബിൾ ആയില്ലെങ്കിൽ അപ്പുറപ്പുറമുള്ള വീടുകളിലും അവൈലബിൾ ആയിരിക്കും ഗൈസ്. ഇത് പെട്ടെന്ന് വളരും. ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ വളവും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ അവിടെ നിന്ന് അടിപൊളിയായിട്ട് പൂത്തോളും. പക്ഷേ അത് സീസൺ ടൈമിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ 10 മണിക്കുട്ടന്മാർ പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ചാണകപ്പൊടിയും അതിനകത്ത് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് പൂക്കും ഗൈസ്. അതുകൊണ്ട് എല്ലാത്തിനകത്തും അത്യാവശ്യം നിറയെ മുട്ട ഉണ്ട്. ഇടയ്ക്ക് അത്യാവശ്യം ഏറെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂക്കുന്ന സംഭവം നമ്മൾ ഇടർത്തി കളയുക. പിന്നെ നല്ല വെയിലുള്ളിടത്ത് കൊണ്ട് നടുക. വെയിലിൻ്റെ എമൗണ്ട് എത്രത്തോളം ആണോ അത്രത്തോളം 10 മണികൾ പൂക്കുകയെന്നാണ് ചെയ്യും. പിന്നെ ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക 2 ദിവസം ഇടവിട്ട്. അപ്പോൾ ഇനി നാളെ കാണാൻ ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ.